നേരെ. ഒരു കൊല്ലമായി പ്രാക്ടീസ് ഇല്ല. 2 ദിവസം മെനക്കിട്ടാ മതി, എല്ലാം പഠിക്കാം. നോക്കിയിരിക്കുന്നത് ചെയ്യാൻ ഒന്നുകൂടെ ചെയ്യാൻ. വേഗം ചെയ്യുമോളെ. നിന്റെ കരുത്തിനെ പിടിച്ചിട്ട് ഞാൻ മാറ്റിത്തരാം. ഇനി അടുത്ത നമ്പർ. വെറുതെ തീറ്റിപ്പോരാണ് അതിനെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നീ മാറി നിൽക്ക്. കയറടാ, കയറാൻ. സാരല്ല, പഠിച്ച് വലിയ നമ്പറൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം മോളെ. ചെറിയ കുട്ടികളെ ഇങ്ങനെ പേടിപ്പിച്ച അവരെങ്ങനെയാ കളിക്കുക? മാഷ് എന്നെ ഇങ്ങനെ തല്ലിയിട്ടുണ്ടോ? ഓരോരുത്തരുടെ ചിട്ട ഓരോ രീതിയിലാവും, അല്ലാതെ എന്താ പറയാ. മാസ്റ്റർ റിങ് കളിച്ച മതിയാവുന്ന കരുതി. കുതിരപ്പന്തിയിലെ പണിക്കാരന് പനി, എന്നോട് വെള്ളം കോരാൻ പറഞ്ഞു. ആണോ? ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹിക്കണ്ടേ? സാരമില്ല. ഇത് 4ാമത്തെ നടയാണ്. ആനപ്പന്തിയിലെ പണിക്കാർക്ക് സൂക്കേട് വരലെന്ന ഇപ്പൊ എന്റെ പ്രാർത്ഥന. മാഷേ, നിങ്ങളുടെ വെറുതെ നോക്കിയ ആ സൈക്കിൾ റിപ്പയർ ചെയ്യുന്നിടത്ത് സഹായിച്ചു കൊടുക്കും. ശരിയല്ലേ? എന്താണ് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അവിടെ ആൾക്കാർ ടെന്റ് കെട്ടുന്നുണ്ടല്ലേ? ഒന്ന് പോയി സഹായിച്ചൂടെ? എല്ലാറ്റിനും വെറുതെ തീറ്റിപ്പോറ്റുക. സലാമുണ്ടാശാല് 500 ആത്തലിന്റെ ഉണ്ട വെക്കും. പക്ഷെ ഒരു ചെറിയ പയ്യനൊന്ന് വിരൽ ചൂണ്ടിയാൽ മതി, ആള് പേടിക്കും. അതാ വീരൻ. ആശാനോടല്ല പറഞ്ഞത്. ആശം പോയിക്കോളൂ, ആശം പോയിക്കോളൂ. ബാറിൽ കളിച്ചുകൊണ്ടിരുന്ന 22 വയസ്സായ ഒരു പയ്യന്റെ കൂടെ ഇയാളുടെ ഭാര്യ ഇറങ്ങിപ്പോയി. അങ്ങ് കോയമ്പത്തൂർ ക്യാമ്പിൽ വെച്ച് ഹോട്ടൽ മുറിയിൽ ചെന്ന് ഇവൻ രണ്ടിനെയും ഇടിച്ച് നേരത്തെ പുറത്താക്കി വലിച്ചിട്ടൊന്നാ ഞങ്ങളൊക്കെ കണക്കാക്കിയത്. ഒന്നും ഉണ്ടായില്ല. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. മരവണ്ടൂസൻ. ഉങ്കിട്ട് ഏതാവത് സ്റ്റോക്ക് ഇരിക്കാ? അയ്യോ ഇല്ലല്ലോ റാവുജി. എന്നാലും ഒരു സ്പെഷ്യൽ ബീഡ് കൂടെ. അയ്യോ അതെ, എന്നെ നിർത്തി. സത്യം പറ. സത്യമാണ്, റാവുജിയാണ് സത്യം. കേട്ടവർക്കളെ, റാവുജി 5 ഭാഷയിൽ സംസാരിക്കും. 9 ഭാഷയിൽ നന്നായിട്ട് തെറി പറയും. റാവുജി ഗുരുക്കളെ അറിയില്ലേ? മുമ്പ് സ്വന്തം കമ്പനി ഉണ്ടായിരുന്ന ആളാ, ന്യൂ ഓറിയന്റ്. ഓ, ബോലോറാം ട്രെയിനർ. കേട്ടിട്ടുണ്ട്. ബാഡ് ലക്ക്. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കിട്ടുന്ന ശമ്പളത്തിന് മുഴുവൻ കുടിക്കും. ബെസ്റ്റ് അനിമൽ ട്രെയിനറാ. ആദ്യമായിട്ട് സിംഹങ്ങളെയും നരികളെയും ഒന്നിച്ച് മിക്സ് ചെയ്ത് കളിപ്പിച്ച് റാവുജി ആണെന്നാണ് എന്റെ കേൾവി. ഒന്നിനൊരു പേടിയില്ല.
ദേ ആകെ കൂടെ പേടിയുള്ള സാധനം ദേ അതാ വരുന്നു, അതിനെയാ. റാവുവിന്റെ ഭാര്യ. അതിരിക്കട്ടെ, ഗുരുക്കളെന്റെ കല്യാണം കഴിച്ചില്ല. എന്തോ അന്ന് അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നി. അതുകൊണ്ട് ഒരാളെ കൂടി കഷ്ടപ്പെടുത്താതെ കഴിഞ്ഞു. എത്ര ആളുകളുണ്ടെന്ന് വിചാരിക്കാതെ ചെയ്താൽ മതി. റിംമാഷിൽ നിന്ന് നോക്കുമ്പോഴാ പേടിച്ചാ തെറ്റും. ഞാനിനി ട്രെപ്പീസിലാ പ്രാക്ടീസ് ചെയ്യാ. അതിലെ ഷോ ഉള്ളെന്ന് കുഞ്ഞിക്കണ്ണേറ്റും പറഞ്ഞു. പേടി തീർന്നില്ലേ? ഇനി വലിയ നമ്പരൊക്കെ പഠിച്ച് മിടുക്കത്തിയാവണം. കിടന്നോളൂ. വിളിക്കുന്നു. ആര്? മാനേജർ സാബ്. എന്നെയോ? ജാനു, നീയും വാ. തുണക്കാളൊന്നും വേണ്ട, ആ പെണ്ണവിടെ കിടന്നോട്ടെ. വേഗം വാ. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ജാനു, നീ ഉറങ്ങിയില്ലേ? എനിക്ക് പേടിയാവുന്നു. എന്തു പറ്റി? ലക്ഷ്മി എടുത്തില്ലേ? ലക്ഷ്മി എടുത്ത് വിളിച്ചോണ്ടുപോയി, വന്നിട്ടില്ല. ആര് വിളിച്ചു? മാനേജർ പറഞ്ഞിട്ടൊരാള്. ജാനു, പോയി കിടന്നോളൂ. പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടാവും. പോയിക്കോളൂ. ഞാൻ ജാനുവിന് തുണക്ക് നിന്നതാണ്. എനിക്ക് പോയി കിടന്നോളൂ.